നമസ്കാരം. സിഡ്നിയിൽ വന്നപ്പോൾ ഒരു പരിപാടിക്കിടെ വിചാരിതായിട്ടാണ് ലക്ഷ്മിയുടെ നീഹാരം എന്ന ഷോർട്ട് ഫിലിം കാണാൻ സാധിച്ചത്. വലിയ സന്തോഷം തോന്നി. അത് എടുത്തിരിക്കുന്ന ഒരു തീം നമ്മളെ മുക്കുവനും കടല് കാണാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ കടലിൽ നിന്ന് കുറെ മാറി നിൽക്കുന്ന സമയത്തായിരിക്കും പക്ഷെ കടലിന്റെ ഭംഗി കുറെ കൂടി ആഴത്തിൽ നമുക്ക് അനുഭവത്തിൽ നിന്ന് നേരിടുമ്പോഴായിരിക്കും അനുഭവത്തിന്റെ മൂല്യം കുറെ കൂടി നന്നായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ബന്ധങ്ങള് നാട് അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന സമയത്താണ് നാട് ഏറ്റവും മനോഹരമായിട്ട് അതിനെ ബന്ധങ്ങള് നമ്മുടെ മാതാപിതാക്കള് ഇവരൊക്കെ നഷ്ടപ്പെടുന്ന സമയത്തായിരിക്കും നമ്മൾ ഏറ്റവും സുന്ദരമായിട്ട് ആ നഷ്ടബോധം അല്ലെങ്കിൽ ഏറ്റവും വൈകാരികമായി പോവുക. നമുക്ക് നഷ്ടമല്ല, നമ്മൾ അടുത്തുള്ള സമയത്ത് നമുക്ക് ചിലപ്പോൾ അറിഞ്ഞോളാം എന്നില്ല. അപ്പൊ നാടിനെ ഏറ്റവും മനോഹരമായിട്ട് ഓർക്കുക എപ്പോഴും പ്രവാസികൾ തന്നെയാണ്. ഈ ബന്ധങ്ങളെ നഷ്ടപ്പെടലുകൾ ഇതൊക്കെ ഏറ്റവും വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സച്ചിദാനന്ദ വിനയേന്ദ്ര മാഷിന്റെ കവിതയുണ്ടല്ലോ, അമ്മയിലൊക്കെ എന്ത് വീട് എന്ന് ചോദിക്കും. വീടെന്ന് പറഞ്ഞ അമ്മയാണ്. അപ്പോൾ അത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ബന്ധങ്ങള് അത് വളരെ ഹൃദയസ്പർശിയായുള്ള രീതിയിൽ ആവിഷ്കരിച്ചേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ്. ലക്ഷ്മി മനോഹരമായിട്ട്, ലക്ഷ്മി മാത്രമല്ല ലക്ഷ്മിയുടെ മകളും അച്ഛനും അമ്മയും അഭിനയിച്ചിട്ടുള്ള പേര് എനിക്കറിയില്ല, അവരെല്ലാം വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. പല ഷോർട്ട് ഫിലിംസും കാണുന്ന സമയത്ത് അങ്ങനെ എല്ലാവരും ഇംപ്രസീവായിട്ടും തോന്നാറില്ല. അത് നമുക്ക് കണ്ട സമയത്ത് തന്നെ നിൽക്കും. അല്ലാതെ സന്തോഷത്തോടെ വൈകാരികമായി പോയി. അപ്പോൾ ഇനിയും മനോഹരമായിട്ടുള്ള ഇത്തരം ചിത്രങ്ങൾ ഒരുക്കാനായിട്ട് സാധിക്കട്ടെ. ലക്ഷ്മിയുടെ അഭിനയ ജീവിതം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നത്.